Good morning all. Today let us discuss about another topic, which is structure of a circuit switch. So we have already completed the switched network classifications, that are circuit switched network, packet switched network, and in packet switched network we have seen about datagram network and virtual circuit network VCN. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് ഒരു സർക്യൂട്ട് സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും, സ്ട്രക്ചർ എങ്ങനെ വരും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് സ്വിച്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ദാറ്റ് വി ഹാവ് ഓൾറെഡി സീൻ ഇൻ ദ പ്രീവിയസ് സെഷൻ. ഇതിൽ ഈ ഓരോ പോയിന്റിലും എന്താണ്, ഇതെല്ലാം ഇപ്പം എയിൽ നിന്ന്, ഇപ്പോൾ എ എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് ബിയിലേക്ക് അല്ലെങ്കിൽ എം എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെങ്കിൽ that information will be passing through these switches. Okay, these switches are actually directing the information or the data towards the destination. Okay, so what is the function of these switches and what are the configuration of the switches and how these switches can be classified? All those things are discussed in this topic. Okay, structure of a circuit switch. Now let us discuss about those things in detail. Structure of a circuit switch. Circuit switching today can use either of the two technologies. അപ്പോൾ ഈ സർക്യൂട്ട് സ്വിച്ചിങ് രണ്ട് ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്പേസ് ഡിവിഷൻ സ്വിച്ച് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടൈം ഡിവിഷൻ സ്വിച്ച്. ഓക്കെ, സ്പേസ് ഡിവിഷൻ സ്വിച്ചാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് സ്വിച്ച്. ഓക്കെ, ഇപ്പോൾ സ്പേസ് ഡിവിഷൻ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് ഡിവിഷൻ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സർക്യൂട്ടിനകത്തുള്ള ഓരോ പാത്തിലും പല പല സ്പേസ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുത്താണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സർക്യൂട്ടിൽ ഓരോ പാത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ സ്പേസ് ഡിവിഷൻ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് കുറച്ച് കാറ്റഗറീസ് ഓഫ് സ്വിച്ചസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. ഇനി ടൈം ഡിവിഷൻ സ്വിച്ച്. ഓക്കെ, അതായത് ഓരോ ഡാറ്റയും നമ്മൾ ഓരോ ടൈം സ്ലോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്നോളജി വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്വിച്ചസാണ് ടൈം ഡിവിഷൻ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫസ്റ്റ് സബ് ഡിവിഷൻ, വിച്ച് ഈസ് സ്പേസ് ഡിവിഷൻ സ്വിച്ച്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ രണ്ടെണ്ണേ പറയുന്നുള്ളൂ. വൺ മോർ ഈസ് ദെയർ, ദ കോമ്പിനേഷൻ ഓഫ് സ്പേസ് ഡിവിഷൻ ആൻഡ് ദ ടൈം ഡിവിഷൻ, ദാറ്റ് ഈസ് ഓൾസോ ദെയർ. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 3 കാറ്റഗറിയാണ് നമ്മൾ ടോട്ടലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us ഡിസ്കസ് ദ ഫസ്റ്റ് കാറ്റഗറി, സ്പേസ് ഡിവിഷൻ സ്വിച്ച്. സോ വാട്ട് ഈസ് സ്പേസ് ഡിവിഷൻ സ്വിച്ച്? as I said, the space division switching, the path in the circuit are separated from one another spatially. ഓക്കെ, അതായത് ഓരോ പാത്തിൻ്റെ ഇടയിൽ, സർക്യൂട്ടിനകത്തുള്ള ഓരോ പാത്തിൻ്റെ ഇടയിൽ നമ്മളെന്ത് സ്പേസ് കൊടുക്കും. സ്പേഷ്യലി എന്ന് പറയുന്നത് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. Okay, the path in the circuit are separated from one another spatially. Okay, so this concept was actually implemented for analog networks. Originally it was developed for analog, then later it is being used for the analog as well as digital networks. രണ്ടിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കാറ്റഗറി നമ്മൾ പഠിക്കുകയാണ്. എന്തൊക്കെ കാറ്റഗറീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് മോസ്റ്റ്ലി 2 കാറ്റഗറീസാണുള്ളത്. നമുക്ക് ക്രോസ് ബാർ സ്വിച്ചും ഉണ്ട്, പിന്നെ മൾട്ടി സ്റ്റേജ് സ്വിച്ചും ഉണ്ട്. ഈ 2 കാറ്റഗറിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അതായത് സ്പേസ് ഡിവിഷൻ സ്വിച്ചിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്വിച്ചാണ് ക്രോസ് ബാർ സ്വിച്ച്. ക്രോസ് ബാർ സ്വിച്ചിൻ്റെ ഒരു ആർക്കിടെക്ചർ അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ക്രോസ് ബാർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് എനി നമ്പർ ഓഫ് ഇൻപുട്സ് എടുക്കാൻ പറ്റും, എനി നമ്പർ ഓഫ് ഔട്ട്പുട്ട്സും ജനറേറ്റ് ചെയ്യാൻ പറ്റും. Okay, so it can have n inputs and m outputs. Okay, in the switch, inside the switch we are having a cross connection, or this input and the output combination will be interconnected at some points. ഈ interconnection നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് പോയിൻറ്റ്സ്. ഓക്കെ, ഈ ക്രോസ് പോയിൻറ്റ്സ് നമ്മൾ ചെറിയ ട്രാൻസിസ്റ്റേഴ്സ് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ക്രോസ് പോയിൻറ്റ്സ്. ഓക്കെ, അതായത് ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ചില ഇൻ്റർസെക്ഷൻസ് വരും. ഓക്കെ, ചില ഇൻ്റർസെക്ഷൻസ് വരും. ഈ ഇൻ്റർസെക്ഷൻസിനെയാണ് നമ്മൾ ക്രോസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. Okay, so these cross points are built using
മൈക്രോ സ്വിച്ചസ് ഓർ ട്രാൻസിസ്റ്റേഴ്സ് വഴിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് n ഇൻപുട്സും m ഔട്ട്പുട്സും ഉണ്ടെങ്കിൽ there can be m into n ക്രോസ് പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇൻപുട്ടാണുള്ളത് അല്ലേ. ലുക്ക് അറ്റ് ഹിയർ, ഇവിടെ നമുക്ക് 3 ഇൻപുട്ടുണ്ട്, 4 ഔട്ട്പുട്ടും ഉണ്ട്. സോ ടോട്ടലി ഹൗ മെനി ക്രോസ് പോയിൻറ്റ്സ് വിൽ ബി ദെയർ? 3 into 4, ദാറ്റ് ഈസ് 12 ക്രോസ് പോയിൻറ്റ്സ് അല്ലേ. 12 അല്ലേ, ഇവിടെ 4, 8, 12. സോ ടോട്ടലി 12 ക്രോസ് പോയിൻറ്റ്സ് വിൽ ബി ദെയർ. ഓക്കെ, സോ ക്രോസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് the interconnection or the intersection point of the different inputs and the outputs. ഓക്കെ, ഇപ്പോൾ ക്രോസ് ബാർ സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഇൻപുട്സും ഒരുപാട് ഔട്ട്പുട്സും ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ്. ഓക്കെ, അതിൽ ആ ഇൻപുട്സും ഔട്ട്പുട്സും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെ നമ്മൾ ക്രോസ് പോയിൻ്റ് എന്ന് പറയും. ഈ ക്രോസ് പോയിൻ്റ് ഈസ് ആക്ച്വലി ബിൽഡ് യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ് ഓർ ഇലക്ട്രോണിക് മൈക്രോ സ്വിച്ചസ്, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് വഴിയാണ് അത് ക്രോസ് പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ അത്ര എഫിഷ്യൻ്റ് അല്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ സർക്യൂട്ട് ആകുമ്പോഴത്തേക്കും ഈ നമ്പർ ഓഫ് ക്രോസ് പോയിൻറ്റ്സ് വിൽ ബി മോർ. ഓക്കെ, ഇഫ് ദ സർക്യൂട്ട് ഈസ് ലാർജ്, ദ നമ്പർ ഓഫ് ക്രോസ് പോയിൻറ്റ്സ് റിക്വയർഡ് വിൽ ബി ഹ്യൂജ്. ഓക്കെ, അത് വളരെ ഡിഫിക്കൽട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദ നമ്പർ ഓഫ് ക്രോസ് പോയിൻറ്റ്സ് റിക്വയർഡ് to connect n input to m output using a crossbar switch, we require n into m cross points. Okay, n inputtum n outputtum നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ there be requiring n into m cross points. For example, if we want to connect 1000 inputs and 1000 outputs, the required switch is with this much cross points. That is around 10 lakhs cross points will be there. ഓക്കെ, അപ്പോൾ ഇത്രയും ക്രോസ് പോയിൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ ഇത്രയും ഇൻപുട്സും ഔട്ട്പുട്ടും കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, സോ എ ക്രോസ് ബാർ വിത്ത് ദിസ് നമ്പർ ഓഫ് ക്രോസ് പോയിൻറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ ടു ഇംപ്ലിമെൻറ്റ്. ഇത്രയും ക്രോസ് ബാർസ് വെച്ച് ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ സ്വിച്ച് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് ഈ ക്രോസ് ബാർ സ്വിച്ച് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപേക്ഷിച്ചു, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് ക്രോസ് ബാർ സ്വിച്ച് മാത്രം വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് നമ്മൾ മാറ്റി, അത് നമ്മൾ പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. പിന്നെ നമ്മൾ ഈ ക്രോസ് ബാർ സ്വിച്ചിൻ്റെ പല സ്റ്റേജ് വെച്ചിട്ടുള്ള, അതായത് ഈ ചെറിയ ക്രോസ് ബാർ സ്വിച്ച് പല സ്റ്റേജിൽ കണക്ട് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് കോൺസെപ്റ്റ് ക്രോസ് ബാർ സ്വിച്ച്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേജ് സ്വിച്ച്, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് ക്രോസ് ബാർ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, ഇതിനകത്തെന്ന് പറയുന്നത് ഈ ചെറിയ ക്രോസ് ബാർ സ്വിച്ചുകൾ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റേജസ് ആയിട്ട് നമ്മൾ അലൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്നതാണ് ഒരു മൾട്ടി സ്റ്റേജ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ കാണുന്ന ഈ ഓരോ ബോക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ക്രോസ് ബാർ സ്വിച്ചസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ഈ ക്രോസ് ബാറാണ് ഈ ചെറിയ ബോക്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒറ്റ ക്രോസ് ബാർ എല്ലാത്തിനും കണക്ട് ചെയ്തതിന് പകരം ചെറിയ ക്രോസ് ബാർസ് നമ്മൾ ഇവിടെ ഓരോ സ്റ്റേജിൽ കൊടുത്തു. ദിസ് ഈസ് ഫസ്റ്റ് സ്റ്റേജ്, ദിസ് ഈസ് സെക്കൻഡ് സ്റ്റേജ് ആൻഡ് ദിസ് ഈസ് തേർഡ് സ്റ്റേജ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ 3 ക്രോസ് ബാർ, സെക്കൻഡ് സ്റ്റേജിൽ 2, മൂന്നാമത്തെ സ്റ്റേജിൽ 3 ക്രോസ് ബാർ. ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ക്രോസ് ബാർ സ്വിച്ച്. ക്രോസ് ബാർ സ്വിച്ചിൻ്റെ ലിമിറ്റേഷൻസിന് ഉള്ളത് കൊണ്ട് നമ്മളൊരു സൊല്യൂഷനായിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ടെക്നോളജി കൊണ്ടുവന്നത്, മൾട്ടി സ്റ്റേജ് സ്വിച്ച്. ഇറ്റ് കമ്പൈൻസ് ക്രോസ് ബാർ സ്വിച്ചസ് ഇൻ എ സെവറൽ സ്റ്റേജസ്. ഓക്കെ, അതായത് പല സ്റ്റേജസ് ആക്കി നമ്മൾ ഈ ക്രോസ് ബാർ സ്വിച്ചിനെ കമ്പൈൻ ചെയ്ത് എടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് വെറുതെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല, അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഇൻപുട്സ് എത്രയാണോ നോക്കുക. ഓക്കെ, ആ ഇൻപുട്സിനെ നമ്മൾ പല ഈക്വൽ സെറ്റ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യും. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ടു ഡിസൈൻ എ 3 സ്റ്റേജ് സ്വിച്ച് വി ഫോളോ ദീസ് റൂൾസ് ഓർ ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഡിവൈഡ് ദ n ഇൻപുട്ട് ലൈൻ ഇൻ ടു ഗ്രൂപ്പ്സ്. ഇപ്പോൾ നമുക്ക് ഒരു 15 ഇൻപുട്ട് ഉണ്ടോയെന്ന് വയ്ക്കുക. ഓക്കെ, 15 ഇൻപുട്സ് ആണെങ്കിൽ നമ്മൾ ആ 15 ഇൻപുട്സിനെ നമ്മൾ ഈക്വൽ സൈസ് ഗ്രൂപ്പ്സ് ആക്കി മാറ്റും. അതായത് ഇപ്പോൾ 5ൻ്റെ 3 ഇതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ,
For each group we use the crossbar of size n by k. Okay, n cross k. ഓരോ നമ്മളങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ക്രോസ് ബാറിൻ്റെ സൈസ് എന്ന് പറയുന്നത് n by k ആണ്. ഓക്കെ, സോ n by k is the size of each crossbar, where k is the number of crossbar in the middle stage. ഇതിൽ ഈ k ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ 5/3 എന്ന് എഴുതുകയാണെങ്കിൽ ഈ k എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഈ k ആയിരിക്കും ദ നമ്പർ ഓഫ് ക്രോസ് ബാർസ് ഇൻ ദ മിഡിൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ k = 3 ആണെങ്കിൽ ഇവിടെ 3 ക്രോസ് ബാർസ് വരും. ഓക്കെ, അതാണ് k എന്ന് പറയുന്നത്. ക്ലിയർ? സോ ദിസ് k ഈസ് ആക്ച്വലി ദ നമ്പർ ഓഫ് ക്രോസ് ബാർസ് ഇൻ ദ which stage? The middle stage. Okay, now how many stages are there in the first stage? How many crossbars are there in the first stage, which is calculated using the formula n by n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപുട്ട്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഇൻപുട്ട്സും. ഓക്കെ, സ്മോൾ n എന്ന് പറയുന്നത് നമ്മൾ ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ക്രോസ് ബാർസ് ആക്കില്ല, ആ ഓരോ ക്രോസ് ബാറിനും കൊടുക്കേണ്ട ഇൻപുട്ട് എത്രയാണെന്നുള്ളതാണ് എന്നിൻ്റെ കണക്ക്. Okay, suppose the capital N is 15. Suppose the capital N is equal to 15 and small n equal to 5 എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇവിടെ എത്ര ക്രോസ് ബാർ വരും? 15/5, ദാറ്റ് ഈസ് 3 ക്രോസ് ബാർസ് വരും. ഓക്കെ, 3 ക്രോസ് ബാർസ് വരും. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ മെത്തേഡ്. ഇനി മിഡിലും അതുപോലെയാണ്. മിഡിൽ എന്താണ്? മിഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം n by k ആണെങ്കിൽ ഈ kയിൽ എത്ര k വാല്യൂ ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ക്രോസ് ബാർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അവസാനത്തെ തേർഡ് സ്റ്റേജിൽ ക്രോസ് ബാറും ഫസ്റ്റ് സ്റ്റേജിലെ ക്രോസ് ബാറിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. ഓക്കെ, ബിക്കോസ് n by n ക്രോസ് ബാർസ്, ഇവിടെയും n by n ക്രോസ് ബാർസ് ആണ്. 15/5. ഓക്കെ, അതായത് 3 ക്രോസ് ബാർസ് ആണ് ഇവിടെയും വരേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇങ്ങനെ പറയുന്നതിന് പകരം ഞാനൊരു എക്സാമ്പിളാക്കി ഞാനിത് പറഞ്ഞു തരാം. ഓക്കെ, ദിസ് ഈസ് എ ക്രോസ് ബാർ, മൾട്ടി സ്റ്റേജ് ക്രോസ് ബാർ വിത്ത് n = 15, സ്മോൾ n = 5 ആൻഡ് k = 3. ഓക്കെ, k 3-ഉം n 5-ഉം ക്യാപിറ്റൽ N 15-ഉമാണ്. ഓക്കെ, അതായത് ഇതൊരു 15/15 ക്രോസ് ബാറാണ്. ഓക്കെ, ഇതൊരു 15/15 15/15 ക്രോസ് ബാറാണ്. അതിനെ നമ്മൾ മൾട്ടി സ്റ്റേജ് ക്രോസ് ബാറായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ ഇൻപുട്ട് കൊടുക്കേണ്ടത് 15 ആണ്. ഈ 15-നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, 15-നെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ക്രോസ് ബാറിൻ്റെ എത്ര ക്രോസ് ബാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? n by n ക്രോസ് ബാർസ്, ദാറ്റ് ഈസ് 15/5, ദാറ്റ് ഈസ് 3 ക്രോസ് ബാർസ്. ഓക്കെ, 3 ക്രോസ് ബാർസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്, k = 3. ഓക്കെ, സോ ദ ക്രോസ് ബാറിൻ്റെ സൈസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി n by k. n by k എന്ന് പറയുമ്പോഴത്തേക്കും n എന്ന് പറയുന്നത് ഓൾറെഡി 5, k = 3. സോ 5/3 ആണ് ഓരോ ക്രോസ് ബാറിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇൻപുട്ട്, അതാണ് n, 5 ഇൻപുട്ട്. എത്ര ഔട്ട്പുട്ട്, അതാണ് 3k. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സൈസ് ഓഫ് ഈച്ച് ക്രോസ് ബാർ ഈസ് 5/3. ഓക്കെ, 5/3യുടെ 3 ക്രോസ് ബാറാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കണ്ടെയ്ൻസ് ദ ക്രോസ് ബാർ വിത്ത് n by n കോൺഫിഗറേഷൻ ആൻഡ് സൈസ് ഓഫ് n by k. ഓക്കെ, ഇത്രയും മനസ്സിലാവുള്ളൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നൗ സെക്കൻഡ് സ്റ്റേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജ് എത്ര ക്രോസ് ബാർസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ കെയുടെ സൈസ് എത്രയാണോ, k = 3 ആണ് അല്ലേ, അത്രയും ക്രോസ് ബാർസ് ഇവിടെയും വേണം. ഓക്കെ, സോ ഹിയർ ഓൾസോ വി റിക്വയർ 3 ക്രോസ് ബാർസ് ബിക്കോസ് k = 3. ഓക്കെ, സോ k ക്രോസ് ബാർസ്. ഇനി ഫൈനൽ സ്റ്റേജിൽ എത്ര വേണം? n by n ക്രോസ് ബാർസ്, സെയിം. ഓക്കെ, n by n ക്രോസ് ബാർസ് ആണ് ഇവിടെയും വരേണ്ടത് അല്ലേ. n by n 15/5, 3 ക്രോസ് ബാർസ് ആണ് ഇവിടെയും വരേണ്ടത്. ഓക്കെ, ഓരോന്നിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? നേരത്തെ n by k ആയിരുന്നു, ഇവിടെ k by n സൈസാണ് വേണ്ടത്. തിരിഞ്ഞ് വരും, കാരണം ഇൻപുട്ട് 3-ഉം ഔട്ട്പുട്ട് 5 വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണല്ലോ വരേണ്ടത്. നമ്മൾ ഇൻപുട്ട് 5 വരുന്നു, ഔട്ട്പുട്ടും 5 തന്നെ വരണം. ഓക്കെ, ഇൻറ്റേർണൽ കണക്ഷൻസിൽ പോയിൻറ്റ്സുകൾ, പോർട്ടുകൾ തമ്മിൽ നമ്പേഴ്സ് വ്യത്യാസം വരുമായിരിക്കാം, പക്ഷേ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മസ്റ്റ് ബി സെയിം. ഓക്കെ, ക്ലിയർ?
അപ്പോൾ ഇവിടെ 5 ഇൻപുട്സ് ആണ്. ഇത് അങ്ങനെ 5ൻ്റെ 3 എണ്ണം, അപ്പോൾ 15 ആയി. ഇവിടെയും 5ൻ്റെ 3 എണ്ണം 15 ആയി. ഓക്കെ, അങ്ങനെയാണ് ഇത് 15/15 മൾട്ടി സ്റ്റേജ് ക്രോസ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് വരയ്ക്കുക. ഓക്കെ, ഈ ഓരോ കൗണ്ട് മനസ്സിലായല്ലോ. ഇപ്പോൾ n/n ക്രോസ് ബാർ at the ഫസ്റ്റ് സ്റ്റേജ്, k ക്രോസ് ബാർ as the സെക്കൻഡ് സ്റ്റേജ് ആൻഡ് the n/n ക്രോസ് ബാർ at the തേർഡ് സ്റ്റേജ്. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽ കണക്ഷൻസ് കൊടുക്കുക. ഓക്കെ, അപ്പം n/k ആണ് നമ്മൾ എന്തിൻ്റെ ഫസ്റ്റ് ക്രോസ് ബാറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ക്രോസ് ബാറിൻ്റെ സൈസ്, ഓരോ ക്രോസ് ബാറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ n/k ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 5/3 വിച്ച് മീൻസ് ദാറ്റ് 5 ഇൻപുട്സ് ആൻഡ് 3 ഔട്ട്പുട്ട്സ്. ഓക്കെ, 5 ഇൻപുട്ട്സും 3 ഔട്ട്പുട്ട്സും നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അടുത്ത ഇനി സെക്കൻഡ് സ്റ്റേജും കൂടെ കണക്ട് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് 3/3 ആണ്. സെക്കൻഡ് സ്റ്റേജിൻ്റെ സൈസ് എന്താണ് n/n ഇൻറ്റു n/n ആണ് അല്ലേ? അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി n/n ഇൻറ്റു n/n. ഓക്കെ, വി യൂസ് എ k ക്രോസ് ബാർസ് അറ്റ് ദ സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൻ്റെ കാര്യമാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് വി യൂസ് k ക്രോസ് ബാർസ് ഈച്ച് ഓഫ് സൈസ് n/n ആൻഡ് ഇൻറ്റു n/n ഇൻ ദ മിഡിൽ സ്റ്റേജ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ഓർ മിഡിൽ സ്റ്റേജ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ മിഡിൽ സ്റ്റേജിൽ നമ്മുടെ ക്രോസ് ബാർ k ക്രോസ് ബാർസ് വേണം, സൈസ് n/n ഇൻറ്റു n/n. Okay, so n/n is 3. Okay, so 3/3 which means that 3 input and 3 output. Okay, അത് മാർക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഓരോ കണക്ഷൻ കൊടുക്കുക. കണക്ഷൻ കൊടുക്കുക എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട്, ഇവിടെ നിന്ന് ഫസ്റ്റ് ഇൻപുട്ട് അടുത്ത k ക്രോസ് ബാറിലേക്ക് പോകണം. സെക്കൻഡ് ഇൻപുട്ട് രണ്ടാമത്തെ ക്രോസ് ബാറിലേക്ക് പോകണം. സെക്കൻഡ് സ്റ്റേജിലുള്ള രണ്ടാമത്തെ ക്രോസ് ബാറിലോട്ട് പോകണം. ഈ തേർഡ് ഇൻപുട്ട് സെക്കൻഡ് സ്റ്റേജിലുള്ള മൂന്നാമത്തെ ക്രോസ് ബാറിലോട്ട് പോകണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജിലുള്ള ഫസ്റ്റ് ക്രോസ് ബാറിൻ്റെ സെക്കൻഡ് ഇൻപുട്ടായിട്ട് പോകും. ഓക്കെ, ഇത് ഇവിടെ പോവും. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സെക്കൻഡ് ഇൻപുട്ടായിട്ട് പോകും. ഓക്കെ, ഇനി ഓക്കെ, ഇതെങ്ങനെയാണ്, ഇത് നമുക്ക് എല്ലാം തേർഡ് ഇൻപുട്ടായിട്ട് പോകും. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നെല്ലാം തേർഡ് ഇൻപുട്ടിലേക്ക് പോകും. ഓക്കെ, ഇവിടെ നമ്മൾ തേർഡ് ഇൻപുട്ടിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്രോസ് ബാറിൻ്റെ തേർഡ് ഇൻപുട്ട്, ഇവിടെ നിന്ന് സെക്കൻഡ് ക്രോസ് ബാറിൻ്റെ തേർഡ് ഇൻപുട്ട്, ഇത് തേർഡ് ക്രോസ് ബാറിൻ്റെ തേർഡ് ഇൻപുട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുക. ഇവിടെ അതുപോലെയാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്, നമ്മളിനി ഓരോ ഔട്ട്പുട്ട് പോയിൻ്റ് എടുത്ത് നമ്മൾ ഏതിലേക്ക് കൊടുക്കുക, നമ്മൾ തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് ക്രോസ് ബാറിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്നുള്ള പോയിൻ്റ് എടുത്ത് നമ്മൾ ഫസ്റ്റ് ക്രോസ് ബാർ, അതായത് തേർഡ് സ്റ്റേജിലുള്ള ഫസ്റ്റ് ക്രോസ് ബാറിൽ കൊടുക്കുന്നു, ഫസ്റ്റ് പോയിൻ്റ് കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ തേർഡ് സ്റ്റേജിലുള്ള സെക്കൻഡ് ക്രോസ് ബാറിൻ്റെ ഫസ്റ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കും. ഓക്കെ, ഇവിടെ അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കും. ക്ലിയർ? ഇനി ഈ സെക്കൻഡ് ക്രോസ് ബാറിന്ന് ഈ സെക്കൻഡ് സ്റ്റേജിലുള്ള സെക്കൻഡ് ക്രോസ് ബാറിലുള്ള ഔട്ട്പുട്ടുകൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെക്കൻഡ് ഇൻപുട്ടായിട്ട് കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് ഇൻപുട്ട് കൊടുക്കും, ഇത് സെക്കൻഡ് ഇൻപുട്ട്, ഇത് സെക്കൻഡ് ഇൻപുട്ട്. ക്ലിയർ? ഇനി ഇതിലേക്കുള്ള പോയിൻ്റ് നമ്മളിവിടെ കൊടുക്കും. നമ്മൾ സെക്കൻഡ് സ്റ്റേജിലുള്ള തേർഡ് ക്രോസ് ബാറിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിനെയും തേർഡ് ഇൻപുട്ടായിട്ട് കൊടുക്കും അല്ലേ? ഇത് തേർഡ് ഇൻപുട്ടായിട്ട് പോയി, ഇതിൻ്റെ തേർഡ് ഇൻപുട്ടായിട്ട് പോയി, ഇതിൻ്റെ തേർഡ് ഇൻപുട്ടായിട്ട് പോയി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു മൾട്ടി സ്റ്റേജ് ക്രോസ് ബാർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂള് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. റൂള് എന്ന് പറയുന്നത് നമുക്ക് n തന്നിട്ടുണ്ടാവും. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻപുട്ട്സ് തന്നിട്ടുണ്ടാവും. ഓക്കെ, സ്മോൾ n തന്നിട്ടുണ്ടാവും. സ്മോൾ n എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻപുട്ടാണ്, ഓരോ സ്റ്റേജിൻ്റെ ഇൻപുട്ടാണ്, ഓരോ ഡിവൈഡ് ചെയ്തെടുത്ത ഓരോ ക്രോസ് ബാറിൻ്റെ ഇൻപുട്ടാണ്. ഓക്കെ, അതിന് നമുക്ക് ഇത്രയും വാല്യൂസ്, ഈ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ക്രോസ് ബാർ, ഓരോ ക്രോസ് ബാറിന് എത്ര സൈസ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എത്ര ക്രോസ് ബാർ വേണം, n/n. ഓക്കെ, ദാറ്റ് ഈസ് 15/5, ദാറ്റ് ഈസ് 3 ക്രോസ് ബാർസ്. ആ ഓരോ ക്രോസ് ബാറിൻ്റെ സൈസ് എത്ര, n/k, സ്മോൾ n/k, ദാറ്റ് ഈസ് 5 × 3, 5 × 3, which means that 5 inputs, 3 outputs. ഓക്കെ, മിഡിൽ സ്റ്റേജിൻ്റെ എത്ര ക്രോസ് ബാർസിൻ്റെ കണക്ക് എന്താണ്, k.
അല്ലേ? കെയുടെ വാല്യൂ എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ അത്രയും ക്രോസ് ബാർസ് ഇവിടെ വേണം, 3 ക്രോസ് ബാർസ് വേണം. ഓരോ ക്രോസ് ബാറിൻ്റെ സൈസ് എത്രയാണ്? n/n ഇൻറ്റു n/n. വാട്ട് ഈസ് n/n? 3. സോ 3 ഇൻറ്റു 3 വിച്ച് മീൻസ് ദാറ്റ് 3 ഇൻപുട്സ് 3 ഔട്ട്പുട്ട്സ്. ഇനി ഫൈനൽ സ്റ്റേജ് ക്രോസ് ബാറിൽ എത്ര വേണം? എത്ര ക്രോസ് ബാർസ് വേണം? n/n, ക്യാപിറ്റൽ n/n, ക്യാപിറ്റൽ n ബൈ സ്മോൾ n, ദാറ്റ് ഈസ് 15/5, 3 ക്രോസ് ബാർസ് വേണം. 1 2 3. ഓരോന്നിൻ്റെ കോൺഫിഗറേഷൻ എത്രയാണ്? k/n ആണ്. അത് തെറ്റിപ്പോരുത്, ഇത് n/k ആണ്, ഇത് k/n എന്ന് തന്നെ എഴുതണം. കാരണം എന്താണ്? തിരിച്ചല്ലേ പറയേണ്ടത്. ഇവിടെ നമുക്ക് 3 ഇൻപുട്ടും ഔട്ട്പുട്ടിലാണ് 5 ഔട്ട്പുട്ടും വരേണ്ടത്. ഇതിലാകുമ്പോഴത്തേക്കും ഇൻപുട്ട് 5ഉം ഔട്ട്പുട്ട് 3 വരേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ തിരിച്ചെഴുതുന്നത്. ഇവിടെ k ഇൻപുട്ട് ആൻഡ് n ഔട്ട്പുട്ടാണ്. സോ k/n ഈസ് ദ കോൺഫിഗറേഷൻ വിച്ച് മീൻസ് ദാറ്റ് 3/5. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ആ റൂൾസ് പറയുക. ഓക്കെ, ഇനി നിങ്ങൾ ആ റൂളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. വി ഡിവൈഡ് ദ n ഇൻപുട്ട് ലൈൻ ഇൻറ്റു ഗ്രൂപ്പ്സ്. ഓക്കെ, ഈച്ച് ഓഫ് n ലൈൻസ്. ഫോർ ഈച്ച് ഗ്രൂപ്പ് വി യൂസ് ദ ക്രോസ് ബാർ ഓഫ് സൈസ് n/k സൈസാണ് നമ്മൾ. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ കാര്യമാണ് പറയുന്നത്. കണ്ടോ, n/k ആണ് ഫസ്റ്റ് സ്റ്റേജിലുള്ള അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ k ഈസ് ദ നമ്പർ ഓഫ് ക്രോസ് ബാർസ് ഇൻ ദ മിഡിൽ സ്റ്റേജ്. k എന്നുള്ള കെയുടെ കണക്കാണ് ഏത്? നമ്മുടെ മിഡിൽ സ്റ്റേജിലുള്ള ക്രോസ് ബാറിൻ്റെ കണക്ക്. ഓക്കെ, എത്ര കൗണ്ട് എന്നുള്ളത്. So in other words, the first stage has n/n cross bars of n/k cross bars. ഓക്കെ, അതായത് n/n ക്രോസ് ബാർസ് ആണ് വേണ്ടത്. ഓക്കെ, n/n ക്രോസ് ബാർസ് വേണം ഓഫ് n/k ക്രോസ് പോയിൻറ്റ്സ്. ഓക്കെ, n/k ക്രോസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സൈസ് തന്നെയാണ്. ഓക്കെ, ഇത്രയും ക്രോസ് പോയിൻറ്റ്സ് അതിനകത്ത് വരും. ക്രോസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ അതിൻ്റെ സൈസാണ്. അതായത് ഇവിടെ ഈ ഒരു ക്രോസ് ബാറിൽ 5 ഇൻറ്റു 3 ക്രോസ് പോയിൻറ്റ്സ് വരും. ഓക്കെ, ക്രോസ് ബാറിൻ്റെ ആ സൈസിൻ്റെ കണക്കാണല്ലോ നമ്മൾ ആ ക്രോസ് പോയിൻറ്റ്സിൻ്റെ കണക്കെന്ന് പറയുന്നത്. ക്രോസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്. അപ്പോൾ അത്രയും ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് അവിടെ വരും. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ക്രോസ് പോയിൻറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ സൈസ് ഓഫ് ദ ക്രോസ് ബാർ എന്ന് വേണമെങ്കിൽ പറയാം. ദ സൈസ് ഓഫ് ദ ക്രോസ് ബാർ ഈസ് n/k എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? അല്ലെങ്കിൽ മിഡിൽ സ്റ്റേജിൽ എന്താണ്? k ക്രോസ് ബാർ സൈസ്. ക്രോസ് ബാർ നമ്പർ ഓഫ് ക്രോസ് ബാറിൻ്റെ സൈസ് k, അതിൻ്റെ സൈസ് എത്രയാണ്? n/n ഇൻറ്റു n/n. Okay, now third stage, number of cross bars required is n/n, capital N by small n. Okay, the size is k/n, small k into n, small n. Okay, this is the configuration. ഇത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. കേട്ടോ, n/k, n/k, n/k. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ എത്ര ക്രോസ് ബാർസിൻ്റെ കണക്കാണ്? n/n. ഓക്കെ, ഓരോ ക്രോസ് ബാർസിൻ്റെയും ക്രോസ് പോയിൻ്റ് അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത് n/k ആണ്. n/k ഉണ്ടോ? അതുപോലെ ഇത് മനസ്സിലാക്കുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടെൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ക്രോസ് പോയിൻറ്റ്സ്. അപ്പോൾ ഇതിലെല്ലാത്തിനും കൂടെ എത്ര ക്രോസ് പോയിൻറ്റ്സ് വരും? എത്ര വരും? ഇതിലെത്ര ക്രോസ് പോയിൻറ്റ്സ് വരും? n/k അല്ലേ? അപ്പോൾ n/kയുടെ 3 എണ്ണം വേണം അല്ലേ? അപ്പോൾ n/k ഇൻറ്റു എത്ര ക്രോസ് പോയിൻറ്റ്സ്, എത്ര ക്രോസ് ബാർസ് ഉണ്ട് എന്നുള്ള കണക്കെടുക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ, അപ്പോൾ എന്നിട്ട് അതെടുക്കും, അതും ഇതുമായിട്ട് ആഡ് ചെയ്യും, പിന്നെ ഇതുമായിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ക്രോസ് പോയിൻറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിൽ ബി കമ്പ്യൂട്ടിങ് ദ ക്രോസ് പോയിൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ക്രോസ് പോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n/k ആണല്ലോ. അപ്പോൾ n/k. അപ്പോൾ എത്ര ക്രോസ് ബാർസ് ഉണ്ട് ഇവിടെ? n/n അല്ലേ? അപ്പോൾ n/n ഇൻറ്റു n/k, n/n ഇൻറ്റു n/k, ഇത്രയും ക്രോസ് പോയിൻറ്റ്സ് വരും. ക്ലിയർ? ഇനി രണ്ടാമത്തെ സ്റ്റേജ്, മിഡിൽ സ്റ്റേജിൻ്റെ ക്രോസ് പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? n/n ഇൻറ്റു n/n, n/n ഇൻറ്റു n/n അല്ലേ? n/n ഇൻറ്റു n/n. അങ്ങനെ n/n ഇൻറ്റു n/nൻ്റെ എത്ര ക്രോസ് ബാർസ് വരും? k ക്രോസ് ബാർസ് വരും അല്ലേ? അതാണ് എഴുതിയിരിക്കുന്നത് k ഇൻറ്റു n/n ഇൻറ്റു n/n. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേജിൻ്റെ നമ്മൾ ക്രോസ് പോയിൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? k ഇൻറ്റു n, ഓരോന്നിനും k ഇൻറ്റു n. അങ്ങനെ k ഇൻറ്റു എന്നിൻ്റെ എത്ര ക്രോസ് ബാർസ് വരും? k ഇൻറ്റു n ഇൻറ്റു n/n, അതാണ് എഴുതിയിരിക്കുന്നത് k ഇൻറ്റു n ഇൻറ്റു n/n. ഓക്കെ, ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും 2kn പ്ലസ് k ഇൻറ്റു
n by n the whole square. This is the formula. ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ബോക്സ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതായത് ഇൻ എ 3 സ്റ്റേജ് സ്വിച്ച് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്രോസ് പോയിൻറ്റ് ഈസ് 2kn plus k into n by n, capital N by small n the whole square. ഓക്കെ, ഇത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലംസ് വരും. പ്രോബ്ലംസിൽ ചോദിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഇതുപോലെ ക്രോസ് പോയിൻറ്റ്സ് ചോദിക്കും. എത്ര ഓരോ ക്രോസ് പോയിൻറ്റിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും എത്ര ക്രോസ് പോയിൻറ്റ്സ് വേണം, എത്ര ക്രോസ് ബാഴ്സ് വേണം, എത്ര ക്രോസ് പോയിൻറ്റ്സ് വേണം, അല്ലെങ്കിൽ എത്ര സൈസാണ്, ഓരോന്നിൻ്റെ സൈസ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ്? നമുക്ക് ചിലപ്പം എന്നിൻ്റെ വാല്യൂ തരും, സ്മോൾ എന്നിൻ്റെ വാല്യൂ തരും, കെയുടെ വാല്യൂ തരും. ഓക്കെ, they will ask to compute the number of crossbars, number of cross points in each stage and the total number of cross points. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവർ ചോദിക്കും. ഓക്കെ, ഈ എക്സാമ്പിളോടെ നമ്മൾ കണ്ടു. ഇനി വേറൊരു എക്സാമ്പിൾ, ഇത് ടെക്സ്റ്റിനകത്തുള്ള ഒരു എക്സാമ്പിളാണ്. ഡിസൈൻ എ 3 സ്റ്റേജ് 200 × 200 സ്വിച്ച്. ഓക്കെ, ഇപ്പോൾ 200 × 200 സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയേണ്ടത് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ഇൻപുട്ട് എന്ന് പറയുന്നത് 200 ആണ്. സോ ദിസ് മീൻസ് ദാറ്റ് n ഈസ് ഈക്വൽ ടു 200. ഓക്കെ, ഇനി ബാക്കി കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. k ഈക്വൽ ടു 4 ആൻഡ് n ഈക്വൽ ടു 20. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേജിൻ്റെയും ക്രോസ് ബാർ സ്വിച്ചിൻ്റെ എണ്ണവും അത് ഓരോന്നിൻ്റെയും സൈസും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സൈസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സൈസിന് പകരം എന്താ ചോദിക്കുക? ക്രോസ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേജിൻ്റെയും നമ്പർ ഓഫ് ക്രോസ് ബാർസ് as well as ക്രോസ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറയും. നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റേജിൻ്റെ എത്ര ക്രോസ് ബാർ സ്വിച്ചസ് വേണം അതിനുള്ള ഫോർമുലയാണ് n/n, അല്ലേ? ക്യാപിറ്റൽ n/n ആണല്ലോ. ഈ ഫിഗർ ഓർത്ത് വയ്ക്കുക. ക്യാപിറ്റൽ n/n ആണല്ലോ നമ്പർ ഓഫ് ക്രോസ് ബാർസിൻ്റെ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ n/n ദാറ്റ് ഈസ് 200/20 വിച്ച് ഈസ് 10 ക്രോസ് ബാർസ്. ഓക്കെ, ഇപ്പോൾ 10 ക്രോസ് ബാർസ് വേണം. ഇവിടെ നമ്മൾ 3 എണ്ണം വെച്ച പോലെ ഇവിടെ 10 എണ്ണം അടുക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഓരോന്നിൻ്റെ സൈസ് എത്ര? ഓരോന്നിൻ്റെ സൈസ് എത്രയാണ് പറയേണ്ടത്? n/k ആണ്, സ്മോൾ n/k ആണ്. ഓക്കെ, വാട്ട് ഈസ് സ്മോൾ n? 20. വാട്ട് ഈസ് k? 4. സോ ഈച്ച് ഓഫ് സൈസ് 20/4. ഓക്കെ, ഇപ്പോൾ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ 10 എണ്ണം വരയ്ക്കുക, എന്നിട്ട് ഓരോന്നിൻ്റെ സൈസ് എഴുതുക 20 × 4. ഓക്കെ, ഈ സെക്കൻഡ് സ്റ്റേജിൽ എത്ര ക്രോസ് ബാർസാണ് വേണ്ടത്? അതിൻ്റെ കണക്ക് എത്രയാണ്? k ക്രോസ് ബാർസ്. ഓക്കെ, ഇവിടെ കെയുടെ വാല്യൂ എത്രയാണ്? 4. സോ 4 ക്രോസ് ബാർ സ്വിച്ചസ് ആർ റിക്വയർഡ്. നൗ സൈസ് ഓഫ് ഈച്ച് ക്രോസ് ബാർ സ്വിച്ച് എത്രയാണ്? സൈസ് ഓഫ് ഈച്ച് ക്രോസ് ബാർ സ്വിച്ച് n/n into n/n. What is n/n? We have already computed, which is 10. So 10/10 is the size of the second stage crossbar. What about third stage? Third stage, how many crossbar switches are required? n/n, alle? n/n. So which is n/n is already computed, which is 10. So 10 crossbar switches are there. Now size of each switches, size of each switch, which is how much is that? k/small n, അല്ലേ? k/small n. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഓൾറെഡി കമ്പ്യൂട്ടഡ്. ഇറ്റ് ഈസ് 4/20. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോ സ്റ്റേജിലുള്ള ക്രോസ് ബാർ സ്വിച്ചസിൻ്റെ എണ്ണവും അതിൻ്റെ സൈസും. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ട? ടോട്ടൽ നമ്പർ ഓഫ് ക്രോസ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓൾറെഡി വി ഹാവ് ജനറേറ്റഡ്, വിച്ച് ഈസ് 2kn plus k into ക്യാപിറ്റൽ n/n the whole square. അതെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 2000 ക്രോസ് പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, 2000 ക്രോസ് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് എഫിഷ്യൻസിയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് അത് ചോദിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ വെറും ഒരു ക്രോസ് ബാർ സ്വിച്ച് മാത്രം വെച്ച് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര ക്രോസ് പോയിൻറ്റ്സ് വരും? 200 × 200. ഓക്കെ, എത്ര വരും? 4 followed by 4 zeros. ഓക്കെ, സോ ദിസ് മീൻസ് ദാറ്റ് നമുക്ക് സാധാരണ രീതിയിൽ ഒരു ക്രോസ് ബാർ സ്വിച്ച് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും 40,000 ക്രോസ് പോയിൻറ്റ്സ് വരും. പക്ഷേ നമ്മൾ മൾട്ടി സ്റ്റേജ് വഴി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അത് റെഡ്യൂസ് ചെയ്ത് 2000 ക്രോസ് പോയിൻറ്റ്സ് ആയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഇത് ഈ മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ്.
ഓക്കെ, ഇപ്പോൾ ക്രോസ് പോയിൻറ്റ്സ് എത്രയും കുറയ്ക്കാൻ പറ്റുക അത്രയും അഡ്വാൻറ്റേജസ് ആണ് സർക്യൂട്ട്. ഓക്കെ, ഇപ്പോൾ സ്വിച്ചസിൽ നമ്മൾ മാക്സിമം എത്ര ഈ ക്രോസ് പോയിൻറ്റ്സ് നമ്മൾ കുറയ്ക്കാൻ നോക്കണം. ഓക്കെ, അപ്പോൾ മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റാണ്. ക്രോസ് പോയിൻറ്റ്സ് കുറച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, എത്ര എഫിഷ്യൻ്റായി ആക്കാൻ പറ്റി എന്നുള്ളത് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, the second concept that we are going to discuss is the time division switch. Okay, previously we have studied about the space division switch. അതാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ ടൈം ഡിവിഷൻ സ്വിച്ചിങ് ടെക്നോളജിയിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്ക് പറയാം. സോ ടൈം ഡിവിഷൻ സ്വിച്ചിങ് യൂസസ് എ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് കോൺസെപ്റ്റ്. ഓക്കെ, ആ സ്വിച്ചിനകത്ത് നമ്മൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്ന ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. So the most commonly used this technology is the time slot interchange. ഇപ്പോൾ TSI എന്ന് പറയുന്ന ഒരു സ്വിച്ചിങ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്, ടൈം സ്ലോട്ട് ഇൻ്റർചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഇറ്റ് ഈസ് ഹാവിങ് ദ കോമ്പിനേഷൻ ഓഫ് 3 different circuits. Okay, so first one is a time division multiplexer. This is a time division demultiplexer, and this is a TSI. TSI is nothing but the time slot interchange. അല്ലേ? അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ 3 സർക്യൂട്ടിൻ്റെ കോമ്പിനേഷനാണ് ഇവിടെ കാണിക്കുന്നത്, ടൈം സ്ലോട്ട് ഇൻ്റർചേഞ്ചിൽ കാണിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ദിസ് ഈസ് എ TDM multiplexer, time division multiplexer. This is a time division demultiplexer, and this one is a time slot interchange, TSI. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ 4 1 2 3 4 ഈ 4 സ്ലോട്ടുകൾ, ഈ 4 ടെർമിനലുകളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇവർക്ക് 4 പേർക്കും കൂടെ ഓരോ സ്ലോട്ട് അത് ഈ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യം ഡിക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ സി, പിന്നെ ബി, പിന്നെ എ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഈ എന്താണ് സ്ലോട്ടുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഇൻപുട്ട് ഉണ്ടോ അത്രയും ഇൻപുട്ടുകൾ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ TSIക്കകത്ത് വി ആർ ഹാവിങ് 2 different ഹാർഡ്വെയർസ് കോൾഡ് റാം ഉണ്ട്, പിന്നെ ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ട്. ഇതാണ് റാം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ റാം. അപ്പോൾ റാമിന് നമുക്കൊരു സീക്വൻഷ്യലി കൺട്രോൾഡ് ഒരു സ്വിച്ചും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ TSIക്കകത്ത് നമുക്കുള്ളത് ഒരു റാം ഉണ്ട്, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്ലോട്ടുകൾ DCBA. ഓക്കെ, ഇവിടെ എത്ര സ്ലോട്ടുണ്ടോ അത്രയും സ്ലോട്ടുകൾ ഇവിടെ ഉണ്ടാവും, ഈ റാമിനകത്തും ഉണ്ടാവും. കാരണം ഈ സ്ലോട്ടിനകത്ത് സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര സ്ലോട്ടുണ്ടോ, എത്ര ഇൻപുട്ടുണ്ടോ അത്രയും സ്ലോട്ടുകൾ, അത്രയും സ്ലോട്ടുകൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അത്രയും ലൊക്കേഷൻസ് അല്ലെങ്കിൽ അത്രയും ലൊക്കേഷൻ പോയിൻറ്റ്സുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ 4 ഇൻപുട്ടുണ്ട്, അപ്പോൾ 4 ലൊക്കേഷൻ പോയിൻറ്റ്സ് ഉണ്ട്. ഇനി ഓരോ സ്ലോട്ടിനും എത്ര സൈസാണ്, ഓരോ സ്ലോട്ടിനും എത്ര സൈസാണോ അത്രയും സൈസ് തന്നെയാണ് ഈ റാമിലും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും ഇപ്പോൾ 5 MB ആണെന്നുണ്ടെങ്കിൽ ആ 5 MB ആയിരിക്കും നമ്മൾ ഓരോ സ്ലോട്ടിലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ഇതിൻ്റെ ടൈം ഓർഡറിങ് കൊടുത്തിരിക്കുന്ന DCBA എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻകമിങ് ഡാറ്റയെ നമ്മൾ ഈ ഓർഡറിൽ നമ്മൾ സോർട്ട് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റിലോട്ട് ഇതിനെ കൊടുക്കും. ഓക്കെ, കൺട്രോൾ യൂണിറ്റാണ് പിന്നെ ഫർദർ ഡിസൈഡ് ചെയ്യുന്നത് ഇത് ഏത് ഓർഡർ വഴിയാണ് പുറത്തേക്ക് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ സ്ലോട്ടുകൾ പുറത്തേക്ക് പോകാനുള്ള ഓർഡറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് 1 എന്ന് പറയുന്ന സ്ലോട്ടിലുള്ള ആൾ 3 എന്ന് പറയുന്ന സ്ലോട്ട് വഴിയാണ് പുറത്ത് പോകേണ്ടത്. ഓക്കെ, അതായത് D എന്ന് പറയുന്ന സംഭവം 3ാമത്തെ സ്ലോട്ട് വഴിയാണ് പുറത്ത് പോകേണ്ടതെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അടുത്ത 2 സ്ലോട്ടിലുള്ള ആൾ 4 എന്ന് പറയുന്ന സ്ലോട്ട് വഴി വേണം പുറത്ത് പോകാൻ. അതുപോലെ 3 1 വഴി പോകണം, അതായത് അടുത്ത 4 2 വഴി പോകണം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഡിയുടെ കേസാണ് കേട്ടോ. D എന്ന് പറയുന്ന ആൾ ഓക്കെ ഈ സ്വിച്ച് വഴി പോയിട്ട് ഏത് വഴി പുറത്തിറങ്ങണം? 3 വഴിയാണ് ഔട്ട് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, 3 വഴിയാണ് ഔട്ട് ചെയ്ത് പോകേണ്ടത്. ക്ലിയർ?
അപ്പോൾ ഈ ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ ഈ ഒരു ഡിസിഷൻ ബോക്സ് വഴിയിട്ട് നമ്മളെ സ്ലോട്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ വരും. DCBA എന്നുള്ളത് ഇറ്റ് വിൽ ബി ചേഞ്ച് ടു BADC അല്ലേ? അങ്ങനെയാണല്ലോ അല്ലേ? കാരണം D എന്നുള്ളത് ഫസ്റ്റ് സ്ലോട്ട് മൂന്നാമത്തിലാണ് കൊടുക്കേണ്ടത്. അപ്പം മൂന്നാമത്തെ സ്ലോട്ടിൽ D കയറി അല്ലേ? അതായത് സെക്കൻഡ് ആൾ നാലാമത്തെ സ്ലോട്ട് വേണ്ട, അതായത് C എന്ന് പറയുന്നത് നാലാമത്തെ സ്ലോട്ടിലേക്ക് കയറി. മൂന്നാമത്തെ ആൾ B എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്ലോട്ടിൽ കയറിയാണ്. 3 1 പോകേണ്ടത്. ഓക്കെ, അവസാനം കിടന്ന A നാലാമത്തെ സ്ലോട്ടിൽ കിടന്ന ആൾ രണ്ടാമത്തെ സ്ലോട്ടിൽ കയറാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ സ്ലോട്ടിൽ കയറി. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ഔട്ട്പുട്ടിലേക്ക് പോകണം. ഔട്ട്പുട്ട് എന്താണ്, ആ ഓർഡറിലാണ് നമ്മുടെ അതുവഴി ഔട്ടിലേക്ക് പോവുക. ഓക്കെ, അവിടെ നിന്നാണത് ഡീമൾട്ടിപ്ലക്സ് ചെയ്ത് ആ ഓരോ സ്ലോട്ടിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഓരോ ഓരോ ടെർമിനലിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ എക്സ്പ്ലനേഷനാണ് നമ്മൾ അടുത്തതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദ ഫിഗർ കമ്പൈൻസ് 3 സർക്യൂട്ട്സുകളാണുള്ളത്. TDM മൾട്ടിപ്ലെക്സർ, TDM ഡീമൾട്ടിപ്ലെക്സർ ആൻഡ് TSI. ഓക്കെ, TSI കണ്ടെയ്നിങ് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് സെവറൽ മെമ്മറി ലൊക്കേഷൻസ്. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറി വിത്ത് സെവറൽ മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് എ കൺട്രോൾ യൂണിറ്റ്, അതും പറയണം. ഓക്കെ, TSIക്കകത്ത് എന്തൊക്കെയുണ്ട്? ഒരു റാമും ഉണ്ട്, ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ട്. ഓക്കെ, ഇനി ഇതുവരെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. ദ സൈസ് ഓഫ് ഈച്ച് ലൊക്കേഷൻ ഈസ് സെയിം ആസ് ദ സൈസ് ഓഫ് ദ ടൈം സ്ലോട്ട്. ഓക്കെ, ഈ ടൈം സ്ലോട്ടിലുള്ള ലൊക്കേഷൻ എത്രയാണോ, ഓക്കെ, ടൈം സ്ലോട്ടിലുള്ള സൈസ് എത്രയാണോ, ഓക്കെ, അത്രയും സൈസ് തന്നെയാണ് നമ്മൾ ഈ റാമിൻ്റെ സൈസായിട്ടും അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് ലൊക്കേഷൻ ഈസ് സെയിം ആസ് ദ നമ്പർ ഓഫ് ഇൻപുട്ട്സ്. ഓക്കെ, ഇവിടെ ഇൻപുട്ടിൽ എത്ര നമ്പർ ഓഫ് ഇൻപുട്ട്സ് ഉണ്ടോ അത്രയും ലൊക്കേഷൻ തന്നെയാണ് നമ്മൾ റാമിലും അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി മൂന്നാമത്തെ കേസ്, ദി റാം ഫിൽസ് അപ്പ് വിത്ത് ദ ഇൻകമിങ് ഡാറ്റ ഫ്രം ദ ടൈം സ്ലോട്ട് ഇൻ ദ ഓർഡർ റിസീവ്ഡ്. ഓക്കെ, ഇപ്പോൾ റാം എന്ത് ചെയ്യുന്നു? ആ വരുന്ന ഓർഡറിൽ അത് ഇതിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, റാം ഫിൽസ് അപ്പ് ദ ഇൻകമിങ് ഡാറ്റ ടൈം സ്ലോട്ട് ഇൻ ദ ഓർഡർ റിസീവ്ഡ്. ഈ ഓർഡറിലാണ് മൾട്ടിപ്ലെക്സ് ചെയ്ത് കിട്ടുന്നത്. ആ ഓർഡറിൽ അത് റിസീവ് ചെയ്യും. എന്നിട്ട് കൺട്രോൾ യൂണിറ്റ് വഴി അത് നോക്കിയിട്ടാണ് തിരിച്ച് ഔട്ട് വേറെ ഓർഡറിൽ കൊടുക്കുക. അതെന്താണ്? ദ സ്ലോട്ട്സ് ആർ ദെൻ സെൻഡ് ഔട്ട് ഇൻ ആൻ ഓർഡർ ബേസ്ഡ് ഓൺ ദ ഡിസിഷൻ ഓഫ് ദ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് ഓർഡർ ഈസ് ആക്ച്വലി ഡിസൈഡഡ് ബൈ ദിസ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഏത് സ്ലോട്ട് വഴിയാണ് പുറത്തു പോകേണ്ടതെന്നുള്ളത് ഇറ്റ് ഈസ് ഡിസൈഡഡ് യൂസിങ് ദിസ് കൺട്രോൾ യൂണിറ്റ്. അതാണ് ഇവിടെ പറയുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ടൈം ഡിവിഷൻ സ്വിച്ചിൻ്റെ ഒരു എക്സാമ്പിളാണ് ടൈം സ്ലോട്ട് ഇൻ്റർചേഞ്ച്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് 2 കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സ്പേസ് ഡിവിഷൻ ടെക്നോളജിയിലും സ്പേസ് ഡിവിഷൻ സ്വിച്ചും ടൈം ഡിവിഷൻ സ്വിച്ചും വെച്ചിട്ട് 2 ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആണ് നമ്മൾ സ്വിച്ചിങ് കോൺഫിഗറേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഉണ്ട്, ഇതിൻ്റെ കോമ്പിനേഷൻസ്. അതായത് ടൈമും സ്പേസ് ഡിവിഷനും തമ്മിലുള്ള കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ വേറൊരു സ്വിച്ച് ഡിസൈൻ ചെയ്യും. അതാണ് കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ് ഡിവിഷൻ സ്വിച്ച്. ഓക്കെ, ഇതിന് നമ്മൾ വേറൊരു പേര് വിളിക്കും, ടൈം സ്പേസ് ടൈം എന്ന് പറയും. ടൈം സ്പേസ് ടൈം സ്വിച്ച് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്പേസ് ഡിവിഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ടൈം ഡിവിഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഗുഡ് ക്വാളിറ്റീസ്, രണ്ടിന്നുള്ള ഗുഡ് ക്വാളിറ്റീസ് എടുത്തു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടൈം സ്പേസ് ടൈം സ്വിച്ച്. ഓക്കെ, സോ സ്പേസ് ഡിവിഷൻ സ്വിച്ചിങ് ഹാസ് അഡ്വാൻറ്റേജ്. എന്താണ് അഡ്വാൻറ്റേജ്? ഇറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റായിരുന്നു. ഓക്കെ, നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് സ്പേസ് ഡിവിഷൻ സ്വിച്ചിങ് എന്ന് പറയുന്നത്. നമ്മളെ മൾട്ടി സ്റ്റേജ് സ്വിച്ചിങ് എന്നൊക്കെ പറയുന്നത് വളരെ ഫാസ്റ്റായിരുന്നു. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് മെനി ക്രോസ് പോയിൻറ്റ്സ് ഒരുപാടുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വന്നത്. ഓക്കെ, ഇനി ടൈം ഡിവിഷൻ സ്വിച്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇതിന് ക്രോസ് പോയിൻ്റ് ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ആ സ്ലോട്ട് റാമിൽ കൊടുത്ത് അസൈൻ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എന്താണ്, ക്രോസ് പോയിൻ്റ് ഒന്നുമില്ല. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇൻ കേസ് ഓഫ് TSI ദ പ്രോസസ്സിങ് ഈച്ച് കണക്ഷൻ ക്രിയേറ്റ്സ് ഡിലേ. അപ്പോൾ ഓരോ കണക്ഷനും അല്ലെങ്കിൽ ഓരോ സ്ലോട്ട് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഡിലേ സംഭവിക്കുന്നു.
ഓക്കെ, എന്തുകൊണ്ടാണ് ഡിലേ സംഭവിക്കുന്നത്? ഓരോ ടൈം സ്ലോട്ടും നമ്മൾ റാമിലിട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഔട്ട്പുട്ട് ഇതിലേക്ക് കൊടുക്കുക. ഓക്കെ, സോ ദ ടൈം സ്ലോട്ട് മസ്റ്റ് ബി സ്റ്റോർഡ് ബൈ റാം ദെൻ റിട്രീവ്ഡ് ആൻഡ് പാസ്ഡ് ഓൺ. ഓരോ ടൈം സ്ലോട്ടും റാമിൽ സ്റ്റോർ ചെയ്തിട്ടാണ് പിന്നെ അത് നമ്മൾ അടുത്ത ഇതിലേക്ക് പാസ് ഓൺ ചെയ്ത് കൊടുക്കുക. Okay, so these are the advantages and disadvantages of space division switching and time division switching. Okay, so now we are taking the good qualities or the advantage of all of these two concepts and implementing the third one, which is time space time switch. So here we combine the space division and time division technologies to take the advantage of the best of both. The multi-stage switch of this sort can be designed as time space time switch. ഇതിനെയാണ് നമ്മൾ ടൈം സ്പേസ് ടൈം സ്വിച്ച് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ TSI ഉണ്ടല്ലോ, ആ TSI ഒന്നല്ല, മൾട്ടിപ്പിൾ TSIs നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഒന്നിൽ. പിന്നെ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണ സ്പേസ് ഡിവിഷൻ, അതായത് നമ്മുടെ ക്രോസ് ബാർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേജ് വീണ്ടും ദ കോമ്പിനേഷൻ ഓഫ് TSIs. ഓക്കെ, ഇതാണ് TST എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ടൈം ഡിവിഷൻ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നു, ഇവിടെ നമ്മൾ സ്പേസ് ഡിവിഷൻ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നു, ഇവിടെ വീണ്ടും ടൈം ഡിവിഷൻ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെ ടൈം സ്പേസ് ടൈം സ്വിച്ച് എന്ന് വിളിക്കുന്നത്, TST. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഏതാ. ഇതിൻ്റെ എക്സ്പ്ലനേഷന് ഈ പറയാൻ പോണ കാര്യങ്ങൾ പറഞ്ഞത്, അതായത് ഈ ഫിഗറിൽ നമുക്ക് എത്ര സ്റ്റേജ് ഓഫ് ടൈം സ്പേസിംഗ് ഉണ്ട്, അല്ല ടൈം സ്വിച്ചിങ് ഉണ്ട്. 2 സ്റ്റേജസ് ഓഫ് TST അല്ലേ, 2 സ്റ്റേജസ് ഓഫ് വാട്ട് ടൈം അല്ലേ. ഇപ്പോൾ 2 ടൈം സ്റ്റേജ് ഉണ്ട്, പിന്നെ ഒരു സ്റ്റേജ് ഓഫ് സ്പേസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ദിസ് ഈസ് എ ഫിഗർ ഓഫ് എ TST. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ടൈം സ്റ്റേജ് ആൻഡ് 1 സ്പേസ് സ്റ്റേജ്. ഓക്കെ, ഇത് പറയാം. രണ്ടാമത് പറയേണ്ടത്, ഇവിടെ നമുക്ക് 12 ഇൻപുട്സ് ഉണ്ട് അല്ലേ, ഇവിടെ 4, 8, 12 അല്ലേ, 12 ഇൻപുട്സ് ആൻഡ് 12 ഔട്ട്പുട്ട്സ് ആർ ദയർ. ഓക്കെ, ഇപ്പോൾ 12 ഇൻപുട്സും 12 ഔട്ട്പുട്ട്സും ഉണ്ട്. ഇനി 12 ഇൻപുട്സിന് വി ആർ ആക്ച്വലി ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 3 ഗ്രൂപ്പിനെയും വി ആർ ഡയറക്റ്റിംഗ് ഇറ്റ് ടു എ ടൈം സ്ലോട്ട് ഇൻ്റർചേഞ്ച്, TSIയിലോട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു TSI ആണല്ലോ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന് ഫസ്റ്റ് TSIയിലോട്ട് കൊടുക്കും, സെക്കൻഡ് ഗ്രൂപ്പിന് സെക്കൻഡ് TSIയിലോട്ട് കൊടുക്കും, തേർഡ് ഗ്രൂപ്പിന് തേർഡ് TSIയിലോട്ട് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ പറയാം. അടുത്ത പോയിൻ്റ് എന്ന് പറയേണ്ടത്, ഈ മൂന്നാമത്തെ സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ഓർ ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ആക്ച്വലി ദ മിറർ ഇമേജ് ഓഫ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, ഇതിൻ്റെ നേരെ റെപ്ലിക്കയാണ് ഈ സംഭവം. ഓക്കെ, റെപ്ലിക്കയാണെങ്കിൽ പോലും അത് മിറർ ഇമേജ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് തിരിഞ്ഞ് വരും. ഇവിടെ ഇൻപുട്ടിലാണ് 4 ഇൻപുട്ട് വരിക, ഇൻപുട്ട് പോയിന്റിലാണ് 4 കണക്ഷൻ വരിക. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിലാണ് 4 കണക്ഷൻ വരിക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജാണ് ഈ സംഭവം, അത് പറയാം. ഇനി മിഡിൽ സ്റ്റേജിനെ കുറിച്ച് പറയാം. മിഡിൽ സ്റ്റേജിലാണ് നമ്മൾ സ്പേസ് ഡിവിഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സ്പേസ് ഡിവിഷൻ സ്വിച്ച് ഉപയോഗിക്കുക, അതായത് ക്രോസ് ബാർ ഉപയോഗിക്കുന്നത്. ക്രോസ് ബാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ദ 2 ഡിഫറെൻറ്റ് TSIs, കോമ്പിനേഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് TSIs ഓർ TSI ഗ്രൂപ്പ്സ്. ഈ 2 TSI ഗ്രൂപ്പ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്രോസ് ബാർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, ടൈം സ്പേസ് ടൈം സ്വിച്ച്. ഓക്കെ, ആ എക്സ്പ്ലനേഷൻ അവിടെ തന്നിരിക്കുന്നത്. ഫിഗർ ഷോസ് എ സിമ്പിൾ TST സ്വിച്ച് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ടൈം സ്റ്റേജ് അല്ലേ, 2 ടൈം സ്റ്റേജ് ഉണ്ട്, 1 സ്പേസ് സ്റ്റേജ്, ഒരു സ്പേസ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, 12 ഇൻപുട്സ് ആൻഡ് 12 ഔട്ട്പുട്ട്സ് ആണല്ലോ. ഇനി ഇറ്റ് ഡിവൈഡ്സ് ദ 12 ഇൻപുട്സ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ് ഓഫ് 4 ഈച്ച് ആൻഡ് ഡയറക്ട്സ് ദം ടു 3 ടൈം സ്ലോട്ട് ഇൻ്റർചേഞ്ച്, TSI. ഓക്കെ, ഡിവൈഡ് ചെയ്ത ഇൻപുട്ട് തന്നെ നമ്മൾ 3 TSIയിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. ദ ലാസ്റ്റ് സ്റ്റേജ് ഇസ് ദ മിറർ ഇമേജ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിറർ ഇമേജ് ആണ്. ദ മിഡിൽ സ്റ്റേജ് ഈസ് എ സ്പേസ് ഡിവിഷൻ സ്വിച്ച് ദാറ്റ് കണക്ട്സ് ദ TSI ഗ്രൂപ്പ്സ് ടു അലൗ
കണക്ടിവിറ്റി ബിറ്റ്വീൻ ഓൾ പോസിബിൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പെയർസ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മിഡിൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് ഡിവിഷനാണ്. അതുപയോഗിച്ചിട്ട് ആണ് നമ്മൾ ഈ രണ്ട് TSI ഗ്രൂപ്പ്സിനെ കണക്ട് ചെയ്യുന്നത്, അതായത് കണക്ടിവിറ്റി എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഔട്ട്പുട്ട് ഇൻപുട്ട് പെയർസ് തമ്മിൽ കണക്ടിവിറ്റി എൻഷുർ ചെയ്യുന്നത് ഈ നമ്മുടെ ക്രോസ് ബാർ സ്വിച്ച് വഴിയാണ്, അല്ലെങ്കിൽ സ്പേസ് ഡിവിഷൻ സ്വിച്ച് വഴിയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഫോർ ദിസ് TST, ടൈം സ്പേസ് ടൈം സ്വിച്ച്. ഓക്കെ, ഇപ്പോൾ ടൈം സ്പേസ് ടൈം സ്വിച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് ടൈം ഡിവിഷൻ സ്വിച്ച് ആൻഡ് സ്പേസ് ഡിവിഷൻ സ്വിച്ച്. രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുത്ത് വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ചോദിക്കും. സർക്യൂട്ട് സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ സ്പേസ് ഡിവിഷൻ സ്വിച്ചിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചോദിക്കും. ക്രോസ് ബാറിൻ്റെ കോൺഫിഗറേഷൻ കാണിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നല്ലപോലെ പഠിക്കുക. പിന്നെ ഇതുപോലെ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടത് ഏതാണ്? ഇപ്പോൾ കണ്ടത് സ്ട്രക്ചർ ഓഫ് എന്ത് സ്വിച്ചാണ്? സ്ട്രക്ചർ ഓഫ് സർക്യൂട്ട് സ്വിച്ച് അല്ലേ? സ്ട്രക്ചർ ഓഫ് സർക്യൂട്ട് സ്വിച്ച്. ഇനി ഡാറ്റാഗ്രാം സ്വിച്ചിൻ്റെ സ്ട്രക്ചറും കൂടെ നമ്മൾ പഠിക്കണം. Okay, that we can see in the next session. Thank you.